താൽക്കാലികമായി പിന്മാറി ഇന്ത്യൻ എണ്ണ കമ്പനികൾ. മാർച്ച് ഏപ്രിൽ മാസത്തേക്ക് ഇന്ത്യൻ കമ്പനികൾ ഓർഡർ നൽകിയില്ല. ഇന്ത്യ US വ്യാപാര കരാറിന് പിന്നാലെയാണ് തീരുമാനം. ഇനി റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങില്ല എന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം അക്ഷരം പ്രതി ശരിയാകുകയാണോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും അനുപമ ശ്രീദേവിയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. അനുപമ, എന്തായാലും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെയായിരുന്നു നേരത്തെ ട്രംപ് തീരുവ കൂട്ടിയിരുന്നത്. ഇപ്പോൾ ഇന്ത്യക്ക് മേലുള്ള അധിക തീരുവയൊക്കെ കുറച്ചിരിക്കുകയാണ്. അപ്പോൾ മോദി തന്റെ ഫ്രണ്ട് ട്രംപിന് വഴങ്ങി എന്നുള്ള തരത്തിലാണ് വിമർശനങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ ഉയരുന്നത്. എന്തായാലും ഇപ്പോഴത്തെ തീരുമാനം എങ്ങനെയാണ്? എത്ര കാലത്തേക്കാണ് റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങാതിരിക്കുന്നത്? മറ്റു വിവരങ്ങൾ. സ്വാതി, അങ്ങനെ ഒരു വ്യാഖ്യാനത്തിലേക്ക് ഈ വിമർശനങ്ങളെ എത്തിക്കുന്നത് തന്നെ ഈ ഒരു തീരുമാനത്തിന്റെ ടൈമിംഗ് ആണെന്ന് പറയണം. അതായത് ഇന്നലെ പുറത്തു വന്ന ഇന്ത്യ US വാണിജ്യ കരാറിന്റെ രൂപരേഖ പ്രകാരം ഈ ഒരു വാണിജ്യ കരാറിൽ ഒപ്പുവെക്കാൻ ഉദ്ദേശിക്കുന്നത് മാർച്ച് മാസത്തോടെയാണ്. ഈ ഒരു റിഫൈനറികളുടെ തീരുമാനം, ഇന്ത്യൻ റിഫൈനറികൾ എണ്ണ റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് വാങ്ങുന്നത് താൽക്കാലികമായിട്ടെങ്കിലും നിർത്തിവെക്കാൻ ഉദ്ദേശിക്കുന്നത് ഏപ്രിൽ മാസത്തെ ഓർഡർ നിർത്തിവെച്ചുകൊണ്ടാണ്. ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. ആ ഒരു ടൈം ഫ്രെയിമിംഗ് തന്നെയാണ് പ്രധാനമായിട്ടും ഇങ്ങനെ ഒരു US കൂടുതൽ അനുഭവം പുലർത്താനായിട്ട് റഷ്യൻ എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ താൽക്കാലികമായിട്ടെങ്കിലും നിർത്തിവെച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളൊരു വ്യാഖ്യാനം ഉണ്ടാകുന്നത് അവിടെയാണ്. ഈ ടൈം ഫ്രെയിം പറയുമ്പോൾ പ്രധാനമായിട്ടും റഷ്യയിൽ നിന്ന് ഇന്ത്യ കൂടുതലായി ഏകദേശം 90% ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഇറക്കുമതി റഷ്യയിൽ നിന്നാകുന്ന ഒരു ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 2022 യുക്രൈൻ റഷ്യ യുദ്ധം ആരംഭിക്കുകയും ഈ അമേരിക്കയും യൂറോപ്പും അടക്കമുള്ള വലിയ പാശ്ചാത്യ ഉപരോധം റഷ്യയ്ക്ക് മേൽ വരികയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ലാഭകരമായിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന നിലയിൽ ഇന്ത്യ കൂടുതൽ റഷ്യൻ ക്രൂഡിലേക്ക് തിരിഞ്ഞത്. അതിനുശേഷം ഏകദേശം 2025 മധ്യഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും മാസങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും ഈ ഒരു ക്രൂഡ് ഓയിൽ ഇറക്കുമതി ബാരൽ പെർ ഡേ എന്ന് പറയുന്നത് 2 മില്യണിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ഒരു നവംബർ ഡിസംബർ മാസത്തോടെ ഇത് 1.2 ബാരൽ പെർ ഡേ എന്ന നിലയിലേക്ക് താഴുകയുണ്ടായി. അതിന് കാരണം എന്ന് പറയുന്നത് റഷ്യൻ എണ്ണ കമ്പനികൾക്ക് മേലെ US ഏർപ്പെടുത്തിയ ഉപരോധമായിരുന്നു. ഉപരോധത്തിന് ശേഷം ലാഭകരമല്ലാതാകുന്ന സാഹചര്യത്തിൽ നമ്മൾ റഷ്യ അല്ലാതെ പശ്ചിമേഷ്യയിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് എണ്ണ രാജ്യങ്ങളിലേക്ക് നമ്മുടെ കൂടുതൽ റിസോഴ്സസ് വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ ആ ഒരു തീരുമാനത്തിൽ നിന്ന് മാറി കൂടുതൽ ലാഭകരമായുള്ള ഒരു ഓപ്ഷൻ എന്ന നിലയ്ക്ക് വരുന്നത് വെനസ്വേലൻ ക്രൂഡ് ഓയിലാണ്. തീർച്ചയായും അമേരിക്കയുടെ ഉപരോധങ്ങൾ നീങ്ങുന്നതോടെ, അമേരിക്ക ഒരു വക്താവായിട്ട് മുന്നോട്ട് വരുന്നതോടെ വെനസ്വേലൻ ക്രൂഡ് ഓയിലിലേക്ക് ഇന്ത്യ തിരിയാനുള്ള സാധ്യതയുണ്ട്. അതും നേരത്തെ ഈ ഡിസംബർ മുതലുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ഡിക്ലൈനും കൂടെ ചേരുമ്പോഴേക്കും ഈ റഷ്യയിൽ നിന്നുള്ള ഒരു ഇറക്കുമതി പെട്ടെന്നൊരു തീരുമാനത്തോടെ നിർത്തിവെക്കുന്നതിന് പകരം ഗ്രാജുവലായിട്ട് കുറച്ച് ഘട്ടം ഘട്ടമായി കുറയ്ക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്വാതിയുടെ ചോദ്യം എന്ന് പറയുന്നത് ഒരു അമേരിക്കയ്ക്ക് വഴങ്ങുന്നത് പോലെ ആകുമോ, ട്രംപിന് വഴങ്ങുന്നത് പോലെ ആകുമോ എന്ന ചോദ്യത്തിന് ഉത്തരവും ഇന്ത്യ അല്ല നൽകിയത്. അതായത് ഈ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുറയ്ക്കുന്നത് നിർത്തിവെക്കുന്നതിനെ സംബന്ധിച്ച് വിദേശകാര്യ മന്ത്രാലയമോ കഴിഞ്ഞ ദിവസം അത് ഇങ്ങനെ ഒരു ചോദ്യം ഉയരാനുള്ള സാഹചര്യം അനുപമ സൂചിപ്പിച്ചതുപോലെ ഒരു സമയമാണ്. കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യ US കരാറൊക്കെ അത്തരത്തിൽ പ്രാബല്യത്തിൽ വന്നത്. അതിന് പിന്നാലെ പെട്ടെന്ന് തന്നെ റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ, റിലയൻസ് അടക്കമുള്ള ആളുകൾ നിർത്തിവെക്കുന്നു എന്ന് പറയുമ്പോഴാണ് പൊതുസമൂഹത്തിൽ നിന്നും ഇങ്ങനെ ഒരു ചോദ്യം ഉയർന്നത്. എന്തായാലും അതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകുകയായിരുന്നു അനുപമ ശ്രീദേവി.